ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു സദ്യയ്ക്കും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഇഞ്ചി പച്ചടിയുടെ റെസിപ്പി. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇഞ്ചി പച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/8 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ. ഇഞ്ചി ഒരു 3 ടേബിൾ സ്പൂണാണ്, 30 ഗ്രാം വരും പൊടിയായിട്ട് അരിഞ്ഞത്. ചുവന്നുള്ളി ഒരു 6 അല്ലി ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്. പച്ചമുളക് ഒരെണ്ണം വട്ടത്തിലരിഞ്ഞത്. ഞാൻ വിട്ടുപോയതാണ്, ആദ്യം തന്നെ ഇടണം. 2 വറ്റൽമുളകൊന്ന് കീറിയിടാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. കരിഞ്ഞു പോരുത്, ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യുക. ഇനി ഈ ഒരു മിക്സർ നന്നായിട്ട് തണുക്കണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സർ കൂളായി. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് ചേർക്കണം, തൈരും ചേർക്കണം. അപ്പോൾ നിങ്ങൾ ഒത്തിരി ക്വാണ്ടിറ്റി, ഇതിപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഞാൻ തൈര് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ എപ്പോഴും വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്ത് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യാം. ആവശ്യമുള്ള സമയത്ത് അതിനകത്തുനിന്ന് കുറച്ച് മിക്സർ എടുക്കുക, കുറച്ച് തൈരുമായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. തൈര് ജസ്റ്റ് മുങ്ങിക്കിടക്കാൻ പരുവത്തിന്. ഒരു 1/4 കപ്പ് തൈര്. ഞാനിവിടെ 1/4 ടീസ്പൂൺ നിറച്ചല്ല, പൊടിക്ക് താഴെ ഇട്ടത്. ഉപ്പ് എപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇടുക. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഒത്തിരി തിക്കാൻ തോന്നുവാണെങ്കിൽ ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർക്കുക. ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതിരിക്കും തോറും ഒന്നുകൂടെ തിക്കാവും. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഇഞ്ചി പച്ചടി ഒരു സദ്യക്കൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്നൊരു ക്വാണ്ടിറ്റിയാണ്. നല്ല ടേസ്റ്റി ഡിഷാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.